അളിയ, ഇത്രയും ഐക്യവും പൊരുത്തമുള്ളൊരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അളിയ. എൻ്റെ അവസ്ഥ അളിയനറിയാലോ. എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളിയ ഉണ്ടാവണം. ഞാനിപ്പോൾ എന്ത് പറയാനാ അളി? ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും. അളിയന് കൃത്യമായ ബോധോദയം ഉണ്ടാകുന്നവരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നത്? എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്ത്? ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? അല്ല, ഡിസ്ചാർജ് അല്ലേ? അത് ഞാൻ പറഞ്ഞോളാം. നമുക്കത് ശരിയാക്കാം. അളിയ, എന്തോ? ഇത് മാറ്റി വെച്ചായിരുന്നു കാറിരുന്ന പൊസിഷൻ. ഇങ്ങനെയല്ലായിരുന്നു. അതങ്ങനെ ആയിരുന്നല്ലോ. അളിയ, അളിയ മെനിങ്ങാന്ന് ഈ ഷർട്ടല്ലേ ഇട്ടെ? ആഹാ, ഞാനതേ ഒരു ഡ്രസ്സ് 2 തവണ ഇടാറുണ്ട്. ഒന്നിടവിട്ട് അലക്കാറുള്ളൂ. അതാ. ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പം ഞാൻ ഇതിലെഴുതി വെക്കും, ഓർത്തെടുക്കാലോ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു അളിയ. ഞാൻ ഈ സന്തോഷ വാർത്ത ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അങ്ങോട്ട് കൊണ്ടാവും. മിക്കി ഇപ്പിടിയും തുറന്നിരിക്കാൻ നിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യും. ആഹാ, എന്താ പരിപാടി? അച്ഛനും അമ്മയൊക്കെ കഴിച്ചോ? അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട്. എന്തോ കൂലങ്കശമായ ചർച്ചയില്ല. കഴിച്ചു കാണും. അവരെന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? ബിനുവിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അവർക്ക് വേറെന്താ ചിന്തിക്കാൻ? ഞാൻ പഴയ പോലെ ആകാൻ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു. പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല. 100% കറക്റ്റാണ്. പിന്നെ നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവും, ചുവരിൽ. ആഹാ, നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ? അവനത് ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി. എല്ലാം പഠിച്ചെടുക്കുക. ഞാൻ മെനിങ്ങായിട്ട് അണ്ടർവെയറിന്റെ കളർ വരാൻ പറഞ്ഞു. സി, ഉള്ളിലിട്ടതറിഞ്ഞു. ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സനന്ദനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവാന്ന്. സനന്ദനോ? ആ, എന്തിനാ അയാള്? പുറമേ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ അജ്മൽ ഡോക്ടറുടെ സ്ഥിതിക്ക് മറ്റൊരാളെ കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ സനന്ദൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ. മുമ്പ് ഇതുപോലെ സനന്ദൻ സഹായിച്ചിട്ടുള്ളതാ. പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി ബിനു നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതും സനന്ദനാ. മകളുടെ കാര്യം തീരുമാനമാക്കിയ ആളെ തന്നെ ഇപ്പോൾ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു നാട്ടുകടപ്പാണല്ലോ. അമ്മയ്ക്ക് ഒരാളുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ. ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണ് എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം അല്ലേ? ഒറ്റപ്പെടുന്ന ഞാനുണ്ടല്ലോ. നിങ്ങളുണ്ടായിക്കോട്ടെ, കൂടെ വേറൊരാളും. മനുഷ്യ, നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ പറ്റിയേ? നിനക്ക് സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ? പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എൻ്റെ കാമുകനായിരുന്നു എന്ന്. ഒരു കാലത്ത് എൻ്റെ കൊളീഗായിരുന്നു, സുഹൃത്തായിരുന്നു. അത്രയേ ഉള്ളൂ ആ ബന്ധം. എന്നിട്ടല്ലേ നീ പറഞ്ഞിട്ടില്ല അവൻ എന്റെ കാലടിച്ച് കുടിച്ചത്? അവനെയാണോ നീ വീണ്ടും വിളിച്ചു വരുത്തുന്നത്? അയ്യോ, അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ. അതും എത്ര വർഷം മുമ്പാ അത് നടന്നത്. എന്നിട്ട് ഇപ്പോഴും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ? സനന്ദനെ അങ്ങനെ കണ്ടാ മതി. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിന്നൊരു കടുത്ത സൈക്കോണ്. എത്ര പൈസ ചിലവാക്കിയാലും അവൻ പഴയ അവസ്ഥയിലെത്താണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറേ എണ്ണുണ്ട് ഇതുവഴി. ഈ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വർക്കായിട്ട് കണ്ടിട്ടുള്ളൂ. എന്താ സനന്ദന്റെ പ്ലാൻ?
എൻ്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലെയൊക്കെ തോന്നും. ലോജിക്കൊന്നും വേണമെന്നില്ല, കാര്യം പറ. പഴയതൊക്കെ വാങ്ങണം. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? അല്ലെങ്കിൽ അത് ഇവിടെ കിടന്നോട്ടെ. പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ പറഞ്ഞല്ലേ കവറായിക്കോളൂ. വേണ്ടെങ്കിലും വേണ്ട. എന്റെ രമേശ ഒന്ന് വേഗം നടക്ക്. ഓ, ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ സാധനങ്ങളെ നമ്മൾ വിട്ടു പോവുക. അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ട് അവിടെ. ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ. നോക്ക്, എന്തേലും ഉണ്ടാവും. അവൻ ആരാ മോൻ? ആ, കിട്ടിയില്ലേ? അതൊരു ഓർമ്മയില്ലേ ബിനുവിൻ്റെയും ഷിബിൻ്റെയും? അത് ശരി. അത് കളയണോ? ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. ഒരു കുട്ടി മതിയെന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ, പക്ഷെ അവള് കേട്ടില്ല. ലക്ഷ്മി രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം എന്നോട് ആദ്യം പറയണേ. അതായത് ഈ ബിനുവിൻ്റെ ഓർമ്മയുണ്ടാ? ആ, എന്നിട്ട് നമ്മൾ കുറേ തർക്കിച്ചു അബോട്ട് ചെയ്യണ വേണ്ടേന്ന്. അവസാനം ക്യാരി ചെയ്യാൻ നീ തന്നെ തീരുമാനിച്ചു. ഹെയർ ബോഡി ഹെയർ ഡിസിഷൻ. അതിനുശേഷമാണ് ദാസേനോട് അടക്കം പറഞ്ഞത്. ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണ്. ലക്ഷ്മിയാ, രണ്ടാമതൊരു കുട്ടി വേണ്ടായിരുന്നു. സനന്ദ ഫ്ലാറ്റിന്റെ പണി തീരാൻ ഇനി ഒരാഴ്ച എടുക്കും. ഹോസ്പിറ്റലിൽ ചെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു. ഇനി എന്താ ഒരു വഴി? ആളെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ കണ്ടീഷനോ? അതെ. ഞാൻ അന്നേ പറഞ്ഞ അബോട്ട് ചെയ്യാന്ന്. കൂട്ടുക്കാൻ കറങ്ങി തിരിഞ്ഞ എൻ്റെ തന്നെ വന്നു. അതാണ് ദൈവമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ബാത്റൂമിൽ കുറച്ച് സോപ്പോ ഷാമ്പൂ നമുക്ക് കലക്കി വയ്ക്കാം. അതിൽ ചവിട്ടി തലടിച്ച് വീണോളും. 2 ആഴ്ച നീട്ടി കിട്ടാതെ പോരെ. ചിലപ്പോൾ അതോടുകൂടി തീർന്നാലാ. അതൊന്നും വേണ്ട. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. വേറെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഒന്ന് ചുറ്റി വരണം ബിനു ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിലൂടെ.